ഹായ് ഹലോ എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ അയല വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അത് തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം 2 തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി, ഞാനൊരു സവാള എടുക്കുന്നുണ്ട്, ഇഞ്ചി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ചേർക്കേണ്ടവർക്ക് ഉലുവാപ്പൊടി പിന്നീട് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉലുവയാണ് ഇടുന്നത്. ഉലുവ കടുകും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞതും സവാളയും കൂടെ അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത് കാണുന്ന ഓൾ ബട്ടണും നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിൽ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി സാധാരണ മീൻ കറിയിൽ ആരും ചേർക്കാറില്ല. അപ്പോൾ ഇതിന് തക്കാളിക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർക്കുന്നത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണേ. പിന്നെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നു പോകരുത്. അത് നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കുവാണേ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ഒരുപാട് വഴന്നെടുക്കാതെ തന്നെ അങ്ങനെ തന്നെ നമ്മളിതിലേക്ക് മീനും ചേർത്ത് കൊടുക്കണം. കാരണം മീനിലേക്ക് പുളി പിടിക്കില്ല. നമ്മൾ വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം അയല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തക്കാളി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുളി ചേർക്കുന്നത് പോലെ തന്നെയാണ് കുടംപുളി ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുടംപുളിക്ക് പകരം നമ്മൾ തക്കാളി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയും കൂടാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് ഒന്ന് മുകളിൽ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളതിനെ ഒന്ന് അടച്ചു കൊടുക്കുവാണ്. അപ്പോൾ അടച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ വെള്ളമെല്ലാം ഇങ്ങനെ താഴോട്ട് ഒഴുകി വരും. അപ്പോൾ അങ്ങനെ അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുക, ഉപ്പുണ്ടോ നോക്കുക, പുളിയുണ്ടോ നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ അടച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലൊന്ന് പറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ തുറന്ന് നോക്കി ഉപ്പുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഇതിൽ ഉണ്ട്. ഇത്രയും മീന് 2 തക്കാളി മതിയാവും. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയാണിത്. സാധാരണ നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഞാൻ തക്കാളി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. മീൻ കറി റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചേർത്തുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മീൻ കറി റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.